അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് ഗിംബാൽ എടുത്തിട്ടുണ്ട്. സോ അത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണേ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഗിംബാൽ വെച്ചേക്കണേ. പിന്നെ ക്യാമറ എടുത്തിട്ടുണ്ട്, ക്യാമറയുടെ ഗിംബാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ചായ ഉണ്ടാക്കിയതിന് ശേഷം അത് ക്ലോസ് ചെയ്തിട്ട് ചായ എടുത്തിട്ട് നമ്മൾ ഈ യാത്ര പുറത്തേക്ക് പോകും. സോ ലെറ്റ്സ് ഗോ ബ്രോ. സോ നമ്മൾ പുറത്ത് പോകുമ്പോൾ നോർമലി നല്ല അടിപൊളി ഷൂസൊക്കെ ഇടാറുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ ജസ്റ്റ് വൈൽഡ് ലൈഫ് നേച്ചർ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ട്രക്കിംഗ് ഷൂ ആണ് ഇട്ടേക്കണേ. ട്രക്കിംഗ് ഷൂ വാങ്ങിയേക്കുന്നത് ഡിക്കാത്തലോന്ന്. വലിയ സെറ്റപ്പ് ആയിട്ടുള്ള ഷൂ ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ളൊരു ഷൂ ആണ്. സോ അതിട്ടു. പിന്നെ ബാക്ക് പാക്ക് ഉണ്ട്, പിന്നെ ഷൂസ്, പിന്നെ ചെറിയൊരു ഫുഡിങ് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ദിസ് ഈസ് മൈ ക്യാമറ ബാഗ്. എല്ലാ സെറ്റപ്പ് ഇതിലുണ്ട്. സോ ചായ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചായ എടുക്കും, ഞാൻ നേരെ പുറത്തേക്ക് പോകും. സോ സെക്കൻഡ് ടൈം നമുക്ക് വീണ്ടും പുറത്തേക്ക് പോകാം. ഓക്കെ ബ്രോ. അങ്ങനെ നമ്മൾ പോവാണ്. ഇതാദ്യമായിട്ടാണ് ഈ ഗിംബാലൊക്കെ വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യണത്. ഐ മീൻ DJയുടെ ഗിംബാലൊക്കെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ആൻഡ് ക്യാമറ ഇട്ടിട്ട് ഇറങ്ങണത്. സോ ലെറ്റ്സ് ഗോ. സമയം ഒരു 7 മണിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുട്ടായിട്ടില്ല, ഇത് സമ്മർ ആയതുകൊണ്ടാണ് ഇവിടെ ഇരുട്ടാവാത്തത്. പിന്നെ ഇവിടെ ഈ ബിന്ന് കണ്ടില്ലേ? സോ ഈ ബിന്ന് ഞങ്ങളുടെ ബിന്നാണ്. അത് ആക്ച്വലി ഞങ്ങൾ എടുത്ത് വെക്കണം. നമ്മുടെ ബിന്നാണ്, നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല. ഈ വീട്ടിലുള്ള ബാക്കി ആൾക്കാർക്ക് എടുത്ത് വെക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ പുറത്ത് വെച്ചതാണ്. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഈ ദിവസങ്ങളിൽ പുറത്തൊക്കെ പോയൊക്കെ ആയിരുന്നു. സോ സൂൺ ഐ വിൽ. ഈ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലേക്ക് എത്തി. എന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണോ അതോ റൈറ്റിലേക്ക് പോകണോ എന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കണേ. നമുക്ക് എവിടേക്ക് പോയാലും നമുക്ക് സംസാരിക്കാൻ നമ്മളുണ്ട്, ക്യാമറ എടുക്കാൻ നമ്മളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ സിഗ്നൽ കോംപ്റ്റ് എന്ന് പറയും. ഇവിടെ ഓൾറെഡി പച്ച ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. ആൾക്കാരൊക്കെ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കാതിരിക്കും. ഞാൻ ഈ വഴി ഓൾറെഡി പോയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് ലൈക്ക് ടിയർ ഗാർഡനിൽ ഞാനൊരു വലിയ വീഡിയോ എടുത്തിട്ടുണ്ട് ഓൾറെഡി. 1 മണിക്കൂറൊക്കെ സംസാരിക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരു ഓട്ടം സീസണിലായിരുന്നു. ഇപ്പോൾ ഞാൻ പോണത് ഒരു എന്താ പറയുക, റെയിനി സീസണാണോ സമ്മറാണോ എന്നറിയാത്തൊരു സീസണിലാണ് ഇപ്പോൾ പോണേ. സോ കൊള്ളാം കേട്ടോ. ഈ ഗിംബാൽ അത്യാവശ്യത്തിന് നല്ലതാണ്. നമുക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ക്യാമറ ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യത്തിന് നല്ലൊരു സാധനമായിട്ട് തോന്നണേ. നിങ്ങൾക്കിതിൽ ഷേക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് ബി ദെയർ മച്ച്. അടിപൊളി കാറ് നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. പോർഷയുടെ കാറാണ്. അവർ പോയി. സത്യം പറയാലോ എനിക്കറിയില്ല ഇന്ന് എങ്ങനെയാണ് വ്ളോഗ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. സ്റ്റിൽ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ പരിപാടി ഒന്നും അറിയില്ല. സോ നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ്. നമ്മളെ നോക്കിയിട്ട് സുഹൃത്ത് നോക്കി ചിരിക്കുന്നു. അപ്പം ഞാനും വെറുതെ ചിരിച്ചു. ചെറിയ സെക്കൻഡാണ്, അത് നോക്കി ചിരിച്ചപ്പോൾ ഞാനും ചിരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, മോനെ എനിക്ക് ഭ്രാന്താന്ന്. എന്താല്ലേ, അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. സോ ഇറ്റ്സ് ബിറ്റ് സണ്ണി ആൻഡ് നൈസ് ആംബിയൻസ് ആണ്. ഇതൊരു അടിപൊളി വീടാണ് നമ്മുടെ ലെഫ്റ്റിലുള്ള. സോ ഇവിടെ പ്രൈവസി ഇഷ്യൂസ് കാരണം ഞാനിങ്ങനെ വീഡിയോസും എടുക്കുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കി കാണിക്കണില്ലല്ലോ. അതും നമ്മളൊരു റേഞ്ചിലാണ് കാണിക്കുള്ളൂ. ബിക്കോസ് നമുക്ക് നമ്മളെ കാണിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ വീഡിയോ എടുക്കണത്. ഞാൻ തന്നെ ഒരു മോഡലായി മാറിയിരിക്കുക. പിന്നെന്താ, ഞാൻ പോണു. സോ നമ്മൾ ഇന്ന് പോണത് മറ്റേ ടിയർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടേക്കാണ് പോണേ. ഞാൻ പറഞ്ഞില്ല, ആ വലിയൊരു ഗാർഡൻ അവിടേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും നോക്കി നോക്കാം എങ്ങനെയുണ്ട്, വല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അന്ന് ഷൂട്ട് ചെയ്ത ഇതിനേക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അന്ന് എനിക്ക് ഗിംബാൽ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നില്ല. ബട്ട് ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിങ്ങനെ ഈ ഗിംബാലും കാര്യങ്ങളൊക്കെ ആയിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. ബേസിക്കലി ഇവിടെ ആരുമില്ല, അത് ഒരു വലിയൊരു കാര്യമാണ്. അന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല.
ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ റെക്കോർഡ് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ റെക്കോർഡ് സ്റ്റോപ്പ് ആക്കാം, തിരിക്കാം, സ്റ്റെബിലിറ്റി ഉണ്ട്, അടിയിലേക്ക് പോകുമ്പോൾ അടിയിക്ക് പോവാം, മോളിക്കാണെങ്കിൽ മോളിക്ക് പോവാം. ഇത് അത്യാവശ്യത്തിന് ഒരു അടിപൊളി എക്യുപ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നണേ. സോ ആരെങ്കിലും വ്ളോഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഗിംബാൽ കയ്യിലുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവും, പെർഫെക്റ്റ്. സോ നാളെ ഒരു എന്താ പറയുക, സൺഡേ ആണ്. സോ അതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നുമില്ല. ഷോപ്പിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി ഷോപ്പിങ്ങിന് പോയി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണു. ഇവിടെ പച്ച സിഗ്നലായതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോകണു, അവിടെ ചോപ്പായതുകൊണ്ട് നമ്മളിവിടെ നിൽക്കണു. സോ അപ്പുറത്തേക്ക് വീണ്ടും പോകണമെങ്കിൽ നമ്മൾ ഈ സാധനം വെക്കണം, യുനോ. സോ അവിടെ ചോപ്പ് ഇതായിട്ട് കുറച്ച് നേരം അത് പച്ചയാവും. സോ ഇവിടേക്ക് പോവാം, ഇവിടേക്ക് വരാം. സോ നമുക്ക് പോകേണ്ടത് നേരെയാണ്. നമ്മൾ വെച്ച സ്റ്റെപ്പുകളൊക്കെ എപ്പോഴും നേരെയാണ് പോകാൻ ഉദ്ദേശിക്കണേ. സോ നേരെ തന്നെ പോവും. സോ നമ്മൾ പാർക്കിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറയിൽ, ഐ മീൻ ഗിംബാലിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ജസ്റ്റ് നോക്കി നോക്കുമായിരുന്നു. എല്ലാതും ഇങ്ങനെ പക്കയായിട്ട് ഉപയോഗിക്കാനായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ ഗിംബാൽ വാങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം അതിൻ്റെ മുകളിലായി തോന്നുന്നു. ഇത് ഓസ്മോ 4 എന്ന് പറഞ്ഞൊരു സാധനമാണ്, ട്രൈപോഡ് ആയിട്ടുള്ളൊരു ഗിംബാലാണ്. സോ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. സോ എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. ആൻഡ് യു ക്യാൻ സി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു അടിപൊളി ഒരു പാത്താണ് ആക്ച്വലി ഇത്. നല്ല അടിപൊളി പാത്ത് എന്ന് പറഞ്ഞാൽ നൈസ്. ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ലൈനാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത്. ലൈക്ക് ക്ലീവിൽ തന്നെ വരികയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു സമയം നല്ല അടിപൊളി രസമാണ് കാണാൻ. യു ക്യാൻ സി നല്ല അടിപൊളിയല്ലേ കാണാൻ. അതുപോലെ തന്നെ സൂം ചെയ്യാം. ഈ സൂമിങ് ഒക്കെ ടെസ്റ്റ് ചെയ്യട്ടെ നമുക്ക്. ഇതിൻ്റെ സൂമിങ് പക്കയായിട്ട് വർക്കാവണില്ല, അങ്ങനെ വർക്കാവണില്ല. സോ ഇങ്ങനെ തന്നെ കാണണ്ട. സോ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന്. സ്റ്റിൽ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് ഈ ക്യാമറ ഈ ഗിംബാലിൽ കണക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാനാണ് ഇവിടെ വന്നേക്കണം ഇപ്പോൾ. സോ നമ്മൾ നല്ല നല്ല സ്പോട്ടുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കി നിൽക്കും. എന്നിട്ട് നമ്മുടെ ഗിംബാൽ എടുക്കും. സോ ഇതാണ് നമ്മുടെ ഗിംബാൽ. ഇത് RS3 മിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. സോ ഞാൻ ഓൾറെഡി അത് വെയിറ്റും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ആ വരണ ഒരു വിഷ്വൽസ് എടുത്ത് നോക്കി നോക്കാം. എത്രത്തോളം അടിപൊളിയാവുന്നൊന്നും അറിയില്ല. സ്റ്റിൽ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വിൽ ബി, യുനോ. സോ എല്ലാതും DJയുടെ സാധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സോ വി ഹാവ് ടു ഫിക്സ് ഇറ്റ് ലൈക്ക് ദിസ്. ഒരു മിനിറ്റ് കേട്ടോ, ഇത് പക്കയായിട്ട് ശരിയാവണില്ല. ഇത് കുറച്ച് സമയം എടുക്കുന്ന തോന്നണം. എന്നെ കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. സ്റ്റിൽ ലെറ്റ്സ് സീ. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഗിംബാൽ നൈസായിട്ട് ലോക്കാക്കിയിട്ടുണ്ട്. ഇനി മെല്ലാണ് ഈ ഒരു ഭാഗം നമുക്ക് ക്യാമറയിൽ എടുത്ത് നോക്കി നോക്കാം. എത്രത്തോളം അടിപൊളിയാവുമെന്ന് അറിയില്ല കേട്ടോ. ബിക്കോസ് ഐ റിയലി ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി. ഗിംബാൽ തീരെ സ്റ്റേബിളൈസ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ആസ് യു ക്യാൻ സി ഗിംബാലിൻ്റെ പൊസിഷൻസൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കണേ സ്റ്റിൽ. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ. ഇതിങ്ങനെ ഇതാകുമ്പോൾ സ്റ്റേബിൾ ആവണം, യുനോ. ഇത് സ്റ്റേബിൾ അല്ല ഇപ്പോൾ ആക്ച്വലി. വെയിറ്റ് ബാലൻസ് ആവാത്തതുകൊണ്ടാണ് സാധനം ഇങ്ങനെ കിടന്ന് ആടണത്. സോ നമുക്ക് ആദ്യം അത് ബാലൻസ് ചെയ്യാൻ പോവാം. ദാറ്റ് വിൽ ബി ബെറ്റർ. ഇവിടെ നിന്നിട്ട് ചെയ്യണമല്ലോ, ഞാൻ കുറച്ചും കൂടി ആ സൈഡിലേക്ക് പോവാം. സോ വലിയ കാര്യത്തിൽ ഗിംബാലിൽ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ തേങ്ങയാണ് വാങ്ങിയാണെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് നോക്കിയപ്പോൾ ഗിംബാൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പോലും എനിക്കറിയില്ല. സോ നമ്മളത് ഒന്ന് ടെസ്റ്റ് ചെയ്യും. സോ അതിനാണ് ഞാൻ ഈ ലൊക്കേഷൻ എടുത്തേക്കണേ, ഈ പാർക്ക്. സോ അവിടെ പോയിട്ട് ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാമല്ലോ ഈ ഗിംബാൽ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണേന്ന്. ഇത് സ്റ്റേബിൾ ആവാത്തതുകൊണ്ടാണ് ക്യാമറ കിടന്ന് ആടണേ. സോ ലെറ്റ്സ് ഫിക്സ് ഇറ്റ്. സോ ഈ ഒരു പാർക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു 1 hour വ്ളോഗ് ഈ ഒരു കാണുന്ന ചെറിയൊരു പാർക്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 hour ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. സോ യു ക്യാൻ ഓൾസോ വാച്ച് 1 hour വ്ളോഗ് ഇഫ് യു ഹാവ് ടൈം. വാച്ച് അറ്റ്ലീസ്റ്റ് 2 minutes. ഓക്കെ. സോ കഴിഞ്ഞ പ്രാവശ്യം വന്ന
സെയിം ചിൽഡ്രൻസ് പാർക്കിൽ തന്നെയാണ് നമ്മൾ വന്നേക്കണത്. സോ നമ്മളിപ്രാവശ്യം ഊഞ്ഞാലിലാണ് ഇരിക്കാൻ പോണേ. പറ്റിച്ചു എല്ലാവരെയും പറ്റിച്ചു. നമ്മൾ ബെഞ്ചിലാണ് ഇരിക്കാൻ പോണത്. അവിടെ ചെറിയൊരു ബെഞ്ച് കണ്ടില്ലേ? സോ ആ ബെഞ്ച് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പുറത്തിരിക്കാമെന്നാണ്. ദിസ് വിൽ ബി എ ക്വൈറ്റ് ഗുഡ് പ്ലേസ്. അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ 2 സ്പോട്ടുണ്ട്. സോ ദിസ് വിൽ ബി ബെറ്റർ പ്ലേസ്. കാരണം ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല, നമുക്കൊരു പ്രൈവസി കിട്ടും. പിന്നെ നമുക്ക് ഈ കാണുന്ന സാധനമൊക്കെ കാണാമല്ലോ എങ്ങനെ ഉണ്ടാക്കിയേക്കണേന്നൊക്കെ. സോ ഐ എം ഗോയിങ് ടു കീപ് മൈ ബാഗ്. പിന്നെ ഗിംബാലും വെക്കണം. ഇപ്പം എൻ്റെ കൈയിൻ്റെ മസിൽസൊക്കെ കുറച്ച് സ്ട്രോങ് ആയി തുടങ്ങി ഈ ദിവസങ്ങളിൽ. യുനോ ഗിംബാലൊക്കെ ശരിക്കും പിടിക്കാനായിട്ടാണ് ഞാൻ മസിൽസൊക്കെ സ്ട്രോങ് ആക്കണേ. സോ യാ, ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ചിൽഡ്രൻസ് പാർക്ക്, അതിൻ്റെ അടുത്താണ് ഞാൻ വന്നേക്കണേ. പിന്നെ ഈ കാണുന്നതാണ് സ്ലൈഡ്. പിന്നെ ഇതിവിടെ കുട്ടികൾക്ക് കയറി പോവാം. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ട്. അധികം മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. എൻ്റെ കുട്ടികൾക്ക് ഒളിച്ചുകളി കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ പോയി ഒളിച്ചുകളി കളിക്കാം. പിന്നെ അവിടെ ചെറിയൊരു സ്കൂട്ടറുണ്ട്. പിന്നെ വീഗാലാൻഡ്, ഡ്രീം ലാൻഡ്, ഡ്രീം വേൾഡൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതോടെ പോകുന്നതൊരു ഫീല്. സോ അത് ഇതോടെയാണ്. ആൻഡ് ഇവിടെ വേറെ പ്രത്യേകിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവിടെ ചെറിയൊരു സാധനമുണ്ട്. പിന്നെ അവിടെ ഒരു പൊക്കിളിയും പോലത്തെ സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പട്ടീനെ ഇതാക്കാനുള്ളൊരു സാധനമായിട്ട് ഞാൻ കാണിച്ചു തരാം ലേറ്റർ. എൻ്റെ ക്യാമറയ്ക്ക് അവിടെ വെച്ചിട്ടുണ്ട്, അവരെടുത്തുകൊണ്ടില്ലെന്ന് വിശ്വസിക്കണം. സോ ഇതിൽ നമ്മൾ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടോ മണ്ണ് മന്തിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് വാച്ച് ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോയിൽ. സോ ഇവിടെ പട്ടികളിനൊക്കെ നടത്താനായിട്ടുള്ളൊരു സാധനമാണിത്. ചെയിൻ എന്നാണ് ഈ സാധനം, ആദ്യം ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ്. അതിൻ്റെ അവിടെ അറ്റത്തും ഒരു ചെറിയൊരു ഇത് കണ്ടോ, അത് അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്ലൈഡ് ഉണ്ട്, സ്ലൈഡല്ല ഊഞ്ഞാൽ അങ്ങനെ. സോ ഈ വീഡിയോയിൽ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നു, പിന്നെ ഈ ഗിംബാലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം നോക്കണു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ വലിയ ലെങ്തി സംഭവമൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെ വേണമെങ്കിൽ കാണിക്കാം. ഇത് അടിപൊളി മനോഹരമായ സ്ഥലം തന്നെയാണ്. സോ ഈ ഒരു ചെറിയ ഭാഗം കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു വലിയ 1 മണിക്കൂറിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് കാണുന്നവർക്ക് കാണാം. ഇല്ലെങ്കിൽ യാ. സോ ഞാൻ കാപ്പി കൊടുക്കുന്നുണ്ട്, ഐ മീൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ആ ഉണ്ടാക്കിയ ചായ കുടിക്കും. പിന്നെ അതിന് ശേഷം ഈ ഗിംബാലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് നേരം വീട്ടിലേക്ക് പോകും. അപ്പോഴേക്കും സൺസെറ്റ് ആവും. യാ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ നാളെ സൺഡേ ആണ്, പള്ളിക്ക് പോകണം. പിന്നെ ഈ വീഡിയോ മിക്കവാറും ഞാൻ നാളെ ഉച്ചയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പറയാൻ മറന്നുപോയി, ചായയുടെ ഫ്ലാസ്ക് അടിപൊളി ചെയ്തുകൊണ്ട് ചായ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ആംബിയൻസും, ജസ്റ്റ് ബ്യൂട്ടിഫുൾ. സോ ഞാൻ പറഞ്ഞില്ലേ ഗിംബാൽ സ്റ്റേബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലൈക്ക് നമ്മളൊരു ഭാഗത്തേക്ക് വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യുക. ഇത് ഏകദേശം സ്റ്റേബിളാണ്, പക്ഷേ ഭയങ്കരമായിട്ട് സ്റ്റേബിളല്ല. വെയിറ്റ് പക്കയായിട്ട് ഞാൻ ഇതാക്കിയിട്ടില്ല. ഫ്രണ്ട് ഈ ഭാഗമൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെയൊന്നും അധികം നിൽക്കണില്ല, കണ്ടോ. സ്റ്റിൽ ഐ ഹാവ് ടു സ്റ്റെബിലൈസ് ആൻഡ് സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം ഇതിൽ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. അങ്ങനെ എൻ്റെ ചെറിയൊരു സംശയമാണോന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഗിംബാലൊക്കെ ചെറുതായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ലൈക്ക് യു ക്യാൻ സീ അത് അത്യാവശ്യത്തിന് സ്റ്റേബിളായതുകൊണ്ട് വിചാരിച്ച പോലത്തെ ഒരു മൂവ്മെൻറ്റ് ഒക്കെ എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി. ബിക്കോസ് ഐ ഡിഡ് സംതിങ് ആൻഡ് യാ, ഇറ്റ്സ് ബെറ്റർ ഐ ഗെസ് നൗ. സോ ഇനി ഇതുപോലത്തെ ഗിംബാലുകളൊക്കെ തന്നു കഴിഞ്ഞിട്ട് പണി തരരുത്. ബട്ട് പഠിച്ചു വരണുള്ളൂ, എപ്പോഴും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പൊന്നുമില്ല. ഐ തിങ്ക് മേ ബി I am good enough to handle at least my gimbal. So yeah, maybe coming days I can take better videos, bro. Okay, you know what I mean? Okay, ഞാൻ നിങ്ങളുടെ കാണിച്ച് ഈ ഗിംബാൽ നശിപ്പിക്കണില്ല. സോ ഫൈനലി ഇതായിരുന്നു ഇത് എൻഡ് ഓഫ് ദ ബിഗിനിങ്. യാ, പഠിച്ചു ലിറ്റിൽ ബിറ്റ്. സോ എല്ലാവർക്കും ബൈ ബൈ. ഞാൻ ഇനിമേലാണ് ഇതിൽ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കട്ടെ. സോ ഈ ആഴ്ചത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച മിക്കവാറും ഇതുപോലത്തെ വേറെ എന്തെങ്കിലും വീഡിയോസായിട്ട് ഞാൻ വരും. സോ അതുവരെയ്ക്കും പാക്കലാം.